എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ നാട്ടിലല്ല ലോകത്ത് മുഴുവൻ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഞാൻ ഇത്ര വൈകുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാം എന്നുള്ളതാണ്. എമ്പുരാനെക്കുറിച്ചുള്ള എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആ ഒരു സിനിമയിൽ അതിൻ്റെ എന്താ പറയുന്നത്, ആ ഒരു വിഷ്വൽ എഡിറ്റിങ്ങും അതിൻ്റെ ആ ഒരു മറ്റുള്ള ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്യായം. ഇംഗ്ലീഷ് സിനിമ പോലും നമ്മുടെ ഹിന്ദി സിനിമ പോലും തോറ്റു പോകുന്ന രീതിയിലുള്ള എഡിറ്റിങ്ങും ആ ഒരു മ്യൂസിക്കും ആ മോഹൻലാൽ ഇറങ്ങി ഒരു രംഗമൊക്കെ എൻ്റെ പൊന്നെ തകർത്ത് അഭിനയിച്ചു. ആ ഒരു ഹെലികോപ്റ്ററും സെറ്റപ്പും അതെല്ലാം കൂടെ നോക്കുവാണെങ്കിൽ അടിപൊളി അന്യായം. മോഹൻലാൽ വരുന്നതും പൃഥ്വിരാജ് വരുന്നതും എല്ലാം ആ ഫൈറ്റ് നടത്തുന്നത്, ഏറ്റവും അവസാനത്തെ മോഹൻലാലും പൃഥ്വിരാജും ഉള്ളൊരു ഫൈറ്റ് നടത്തുന്നത്, മോഹൻലാൽ ഒറ്റയ്ക്കുള്ള ഫൈറ്റ്, എന്താ പറയുന്നത്, മുഴുവൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പടം സൂപ്പർ അടിപൊളി സിനിമയാണ്. ലൂസിഫർ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിൻ്റെ അത്രയും വന്നില്ല എന്ന് എല്ലാവരുടെ ഒരു അഭിപ്രായം ആ സിനിമ കണ്ടതിന് ശേഷം പറയുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ആണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ചിന്തിക്കാനുള്ള സംഭവങ്ങൾ ആ ഒരു സിനിമയിൽ നിന്ന് ജനങ്ങളിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി, നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു സംഭവം കാണിക്കുവാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ അതിനെക്കുറിച്ച് ആ ഒരു സ്റ്റോറി പൂർണ്ണമായിട്ടും കാണിക്കണം. ആ ഒരു സ്റ്റോറി പകുതിക്ക് വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങളിലേക്ക് പൂർണ്ണമായിട്ടൊരു മെസ്സേജ് എത്തിക്കുന്നില്ല, പൂർണ്ണത വരുന്നില്ല ആ ഒരു കഥയ്ക്ക്. ഇപ്പം അതിനകത്ത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സിനിമയുടെ പേരെഴുതി കാണിക്കുമ്പോൾ ട്രെയിനകത്തോട്ട് ഒരു തീകോളം വന്ന് വീഴുന്നു, അതിങ്ങനെ കത്തുന്നു, സ്വാമിമാരൊക്കെ കത്തി എന്താ പറയുക തീ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്നു, സ്വാമിമാരൊക്കെ തീ കത്തി മരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഒരു രംഗം കാണിക്കുന്നു. അതിനുശേഷം അതോടുകൂടി അത് അവസാനിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈകാരികമായ രീതിയിൽ, മീൻസ് എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം ഫീലിംഗ് തോന്നുന്ന രീതിയിൽ, വിഷമം തോന്നിക്കുന്ന രീതിയിൽ അവിടെയുള്ള ആൾക്കാരെ വീടുകളിൽ കയറി കൊല ചെയ്യുന്ന ഒരു സംഭവം കാണിക്കുന്നത്. ആ ഒരു കാണിക്കുന്ന വിഷ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിലേട്ട് ഭയങ്കരമായിട്ട് ഫീലിംഗ് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വിഷ്വൽസാണ് കാണിച്ചത്. പക്ഷേ ആ ട്രെയിൻ കത്തിക്കുന്നതും സ്വാമിമാർ മരിക്കുന്നതും അതിനകത്ത് കുഞ്ഞുങ്ങൾ മരിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് കാണിച്ചിട്ട് അതിനുശേഷം നടന്ന സംഭവങ്ങൾ വളരെ വളരെ വികാരം കൊള്ളുന്ന രീതിയിലാണ് കാണിച്ചത്. ഇപ്പോൾ ആ ട്രെയിൻ കത്തിച്ച രീതിയിൽ തന്നെ ഈ ഒരു സംഭവം എന്താ പറയുന്നത്, വീട്ടിൽ കയറി ആൾക്കാരെ കൊല്ലുന്നതും ഒക്കെ കാണിച്ചായിരുന്നെങ്കിൽ, ആ സിമ്പിളായിട്ട് കാണിച്ചായിരുന്നെങ്കിലും ഇത്ര ഒരു ക്രിറ്റിസിസം ഈ ഒരു സിനിമയ്ക്ക് വരത്തില്ലായിരുന്നു. പക്ഷേ രണ്ട് വിഷ്വലൂടെ കാണിച്ചതിൻ്റെ ആ ഒരു താരതമ്യം ഒരിക്കലും ശരിയായില്ല. പിന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ നിന്നും ഒരു കുഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുന്നു. ആ കുഞ്ഞ് പോകുന്നത് എവിടെ? തീവ്രവാദികളുടെ കേന്ദ്രത്തിലോട്ടാണ് പോകുന്നത്. ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നതാണ് പൃഥ്വിരാജ്. തീവ്രവാദി സംഘടനയെ പോയിട്ട് അതിനുള്ള ട്രെയിനിങ് എല്ലാം എടുത്ത് വീണ്ടും നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് തിരിച്ചു വന്നിട്ട് പൃഥ്വിരാജ് അപ്പോൾ വലുതായി വലിയ ആളായി, മോഹൻലാൽ പൃഥ്വിരാജിനെയും കൊണ്ട് പ്രതികാരം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു തീവ്രവാദത്തിനെ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് തള്ളിക്കളയുമ്പോൾ ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നത് തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുക, പ്രതികാരം ചെയ്യുക, ഹീറോ ആക്കി മാറ്റി തീവ്രവാദിയെ. എല്ലാ സിനിമയിലും അങ്ങനല്ലേ, കുഞ്ഞുങ്ങൾ മരിക്കുന്നു, കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും കൊല്ലുന്നു, പിന്നെ വലുതായി വരുന്നു, പ്രതികാരം തീർക്കാൻ വേണ്ടി വലുതായി വരുന്നു, ആരാണോ കൊന്നത് അവരെ മുഴുവൻ ഹീറോ വന്ന് കൊല്ലുന്നു. സെയിം ഇതുപോലെയാണ് ഒരു തീവ്രവാദത്തിൽ പോയി അവിടെ പോയി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ആ ഒരു തീവ്രവാദി പ്രതികാരം ചെയ്യും. അപ്പോൾ അതിനെ തീവ്രവാദത്തിനെ ഒരു രീതി പ്രോത്സാഹിപ്പിക്കുകയാണ് ആ ഒരു സിനിമയ്ക്കകത്തൂടെ ചെയ്തേക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസിയുടെ ബോർഡും ഒക്കെ വെച്ച് പല ഇംഗ്ലീഷ് സിനിമയിലും, ഇപ്പോൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഹീറോ ആയിട്ടാണ് കാണിക്കുന്നത്. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ആളെ വന്നിട്ട് സിമ്പിളായിട്ട് ഒരു പുള്ളി തീർത്ത് കർച്ചീഫ് കെട്ടി ഒരാൾ വന്നിട്ട് വെടിവെച്ച് കൊന്നിട്ട് പോകുന്നു, ആ രംഗം കാണിക്കുക. അപ്പോൾ അവിടെയും NIA ലോഗമൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് വളരെ എന്താ പറയുന്നത് മോശമായ രീതിയിലാണ് അവിടെയും കാണിച്ചത്. എന്ന് വെച്ചാൽ NIA ഓൾമോസ്റ്റ് ഫെയിലാണ്
നമ്മുടെ രാജ്യത്ത് ആ ഒരു രീതിയിലാണ് ആ ഒരു ചിത്രീകരിച്ചത്. മറ്റുള്ള രാജ്യങ്ങളിലെ ഇപ്പം പല സിനിമകൾ ഞാൻ മറന്നു സിനിമയുടെ പേര്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അമേരിക്കൻ ഏജൻസിയും പിന്നെ പല ഏജൻസികളെ വെച്ചിട്ട് അവരാണ് അതിനകത്ത് ഹീറോ, അവരാണ്. അപ്പോൾ അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത് തിരിച്ചാണ് കാണിച്ചത്. ഈ ഹീറോയെ വെറും സീറോ ആക്കി മാറ്റി. ഇപ്പം നമ്മുടെ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിനകത്ത് മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ഹിന്ദു ഉണ്ട്, ബുദ്ധനുണ്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും ഇപ്പം ഗുജറാത്ത് കലാപം നടന്ന സ്ഥലത്തെ സ്റ്റോറി കാണിക്കുമ്പോഴും ആ നടന്ന സ്ഥലത്ത് ഇപ്പം ഹിന്ദു മുസ്ലിം ആൾക്കാർ കൂട്ടുകെട്ടി നല്ല സഹോദരങ്ങളായിട്ട് ജീവിക്കുക. നമ്മുടെ കേരളത്തിനെക്കാട്ടിലും നല്ല പുരോഗമനവും പല പല വലിയ വലിയ കൺസ്ട്രക്ഷനിലും വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ കേരളത്തിനേക്കാൾ ആ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കൂടെ നമ്മുടെ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സിനിമയിലൂടെ പല മെസ്സേജുകൾ കൊടുക്കുന്നു. ഇപ്പം മെസ്സേജുകൾ കൊടുക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കേരള സ്റ്റോറി, കാശ്മീർ ഫയൽ. അതെ, കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സിനിമ, കേരള സ്റ്റോറി, ആ ഒരു സ്റ്റോറി തുടങ്ങുന്ന മുതൽ അവസാനം വരെ അത് കാണിച്ചു. പിന്നെ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പെൺപിള്ളേർ ഇത്ര ആയിരക്കണക്കിന് 3000 പെൺപിള്ളേർ പോയെന്നു, അത് ശരിയായൊരു കണക്കും കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷെ അതിനകത്ത് നടന്ന ഇൻസിഡൻറ്റ് തുടക്കം മുതൽ അവസാനം വരെ അവർ കാണിക്കുകയുണ്ടായി. പകുതിക്ക് വെച്ചല്ല കാണിച്ചത്. അപ്പോൾ പകുതിക്ക് വെച്ച് കാണിച്ചായിരുന്നെങ്കിൽ ആൾക്കാർ പൂർണ്ണമായിട്ട് ആ കഥ മനസ്സിലാകത്തില്ലായിരുന്നു. സെയിം ഈ എമ്പുരാൻ എടുത്തപ്പോഴും ആ ഒരു ഗുജറാത്ത് കലാപം കാണിക്കുമ്പോൾ പൂർണ്ണമായിട്ട് എടുത്തായിരുന്നെങ്കിൽ, എന്താ വെച്ചാൽ ട്രെയിൻ തീ വെച്ചത് എങ്ങനെയാണ്, അതിന് മുന്നുണ്ടായ സംഭവങ്ങൾ, ആ ഒരു സ്റ്റേഷനിൽ നടന്ന ആ വഴക്കും ബഹളവും അതിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങൾ മുതൽ കാണിച്ചായിരുന്നെങ്കിൽ ഈ ഒരു കഥയ്ക്ക് ആ പൂർണ്ണത വന്നേനെ. പക്ഷേ പൂർണ്ണത വന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകാനുള്ള മെയിൻ കാരണം. പിന്നെ നമ്മുടെ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവരുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല രീതിയിൽ പല തട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ പോലും നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ഇലക്ഷന് വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പദവി കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുന്നത് ഒരു നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കുറിച്ച് പല രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യമാണോ മതമാണോ വലുത്? എൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമാണോ വലുത്, അതിനുശേഷമാണ് മതം വരുന്നത്. അതിനുശേഷം മതമാണോ മനുഷ്യനാണോ വലുത്, മനുഷ്യത്വമാണോ വലുത്, അതിലും മനുഷ്യത്വമാണോ വലുത്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് രാജ്യമാണോ വലുത്, മനുഷ്യത്വമാണോ വലുത്. നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ രാജ്യമല്ല നോക്കുക, അവിടെ മനുഷ്യത്വമാണ് നോക്കുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റി അവിടെ നോക്കുന്നത്. ആരെ റോഡിൽ വീണിരുന്ന ഏത് രാജ്യക്കാരനാണോ ഏത് മതക്കാരനാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനേക്കാളിലും വലുത്, മതത്തിനേക്കാളിലും എല്ലാത്തിനേക്കാളിലും വലുത് മനുഷ്യത്വമാണ്. ആ രീതി ചിന്തിച്ച് നമ്മുടെ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും. അതുപോലെ തന്നെ ഈ സിനിമയിൽ വേറെ രംഗം കാണിക്കുന്നുണ്ട്. നമ്മുടെ കുരിശ് വന്നിട്ട് താപ്പോട്ട് തലകുത്തി മറിയുന്നു, അത് മുറിഞ്ഞു പോകുന്നു, അതിൽ നിന്ന് എല്ല് രൂപപ്പെടുന്നു. അങ്ങനെയുള്ള മാക്സിമം നമ്മുടെ സിനിമകളിൽ ഈ മതചിഹ്നങ്ങളൊക്കെ മാക്സിമം ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഇപ്പം വാര്യംകുന്നൻ ഒരു സിനിമ എടുക്കാൻ പോയി അതിനെക്കുറിച്ച് വാര്യംകുന്നൻ ആരാണെന്നോ പുള്ളി ചെയ്ത കാര്യങ്ങൾ ആരാണെന്നോ ഇപ്പം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളോട് ചോദിച്ചാലും അറിയാൻ ഒക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അറിയാത്ത പിള്ളേർ പോലും നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാർ ഇപ്പം ഗുജറാത്ത് കലാപം എങ്ങനെ ഉണ്ടായത്, അത് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, അങ്ങോട്ട് അടി കൊടുത്തു ഇങ്ങോട്ട് തിരിച്ച് അടി മേടിച്ചു, എല്ലാവരും നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നു. ആ കഥകൾ എന്താണെന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ നോക്കുന്നുണ്ട്. അവരും അറിയും പൂർണ്ണ കഥ എന്താണെന്ന്. ഈ പകുതി വെച്ച് കാണിച്ചിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഗുജറാത്ത് കലാപം എന്താണെന്ന് പഠിക്കാനുള്ളൊരു അവസരമാണ് ഇതിൽ കിട്ടിയത്. ഇത് പൂർണ്ണതയാണോ, ഈ സിനിമയെ കാണിച്ച പൂർണ്ണതയാണോ, ഈ സിനിമയെ കാണിച്ചത് അപാകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജനങ്ങൾക്ക് അറിയാനുള്ളൊരു അവസരവും കൂടാണ് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. സിനിമ എടുക്കുന്ന ആൾക്കാർ പോലും ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു മെസ്സേജ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് എമ്പുരാനിൽ കൂടി നടത്തിയത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.